ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്ക് ഒരു വ്യക്തി പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് വീഡിയോ ആണ് ആദ്യം കാണേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ എബോട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള കാര്യം, ഒരു വ്യക്തി പുതുതായിട്ട് വരുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ എബോട്ട് സെക്ഷനൊക്കെ നോക്കും. അതിൽ ഇമെയിൽ ID എങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെ ലിങ്കുകൾ, സോഷ്യൽ മീഡിയ ലിങ്കുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള, അതായത് ചാനൽ കസ്റ്റമൈസേഷൻ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്രോം ബ്രൗസറിൽ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കസ്റ്റമൈസ് ചാനലിൻ്റെ താഴെ തന്നെ കണ്ടോ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, ഫാസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറയുന്ന വീഡിയോ. അതാണ് ഞാൻ ആദ്യം കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ചാനലിൽ വരുന്ന വ്യക്തികൾക്ക് ആദ്യം കാണുന്ന വീഡിയോ അതാണ്. അതേപോലെ താഴെ ഇവിടെ അപ്ലോഡ്സും, അതുപോലെ തന്നെ പോപ്പുലർ അപ്ലോഡ്സും, അതുപോലെ കിഡ്സ് കോർണർ മലയാളം എന്ന താഴെ ഒരു ചാനലും കാണാൻ കഴിയും. ഇതെല്ലാം ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ചാനലിൽ പുതുതായിട്ട് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വീഡിയോ ആണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായിരിക്കും അദ്ദേഹം ആദ്യം കാണുക. അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേജാണ് ഇവിടെ വരിക. ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ താഴെ ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളുണ്ടാകും. ഇവിടെ ബേസിക് ഇൻഫോ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മുടെ എബോട്ട് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡിസ്ക്രിപ്ഷൻ, ഇവിടെ പെൻസിലിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ കഴിയും, യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നെയിം നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. കണ്ടോ, ആദ്യത്തെ ബോക്സിൽ ഫസ്റ്റ് നെയിം എന്നുള്ളവിടെ നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കാം. രണ്ടാമത്തെ ബോക്സിൽ സർനെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ, ഇപ്പോൾ ഞാനിവിടെ മലയാളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ നെയിം എങ്ങനെയാണോ കൊടുക്കേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അതിൻ്റെ താഴെ തന്നെ ചാനൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫോ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. അതുപോലെ തന്നെ ബിസിനസ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഏത് ഇമെയിൽ ID കൊടുക്കണോ അത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനൽ ഇമെയിൽ ID ഒരു കാരണവശാലും കൊടുക്കരുത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ ചാനൽ URL കാണും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ഉള്ള URL ആണ്. അതിൻ്റെ താഴെ കസ്റ്റം URL നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റം URLും താഴെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂട്യൂബായിട്ട് മെയിലൊക്കെ അയക്കുമ്പോൾ ഏത് URL ആണ് കൊടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ചാനൽ URL എന്ന് കാണുന്നില്ലേ, അതാണ് കൊടുക്കേണ്ടത്, കസ്റ്റം URL അല്ല കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിലൊക്കെ അയക്കുമ്പോൾ, യൂട്യൂബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മെയിൽ ഫീഡ്ബാക്ക് ഒക്കെ അയക്കുമ്പോൾ ഈ ഒരു URL ആണ് കൊടുക്കേണ്ടത്. ഈ കാര്യം ശ്രദ്ധിക്കുക, കസ്റ്റം URL അല്ല കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ തന്നെ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ലിങ്കുകൾ സോഷ്യൽ മീഡിയ ലിങ്കുകളാണ്. 5 ലിങ്കുകൾ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടോ അതിൻ്റെ ലിങ്ക് നമുക്ക് ഇതിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിലൂടെ എബോട്ട് സെക്ഷനിൽ കാണാൻ കഴിയും. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ആ ഒരു പേരോട് കൂടിയിട്ടായിരിക്കും അവിടെ വരിക. അതിൽ ക്ലിക്ക് ചെയ്യുക വഴി നമുക്ക് ഫോളോവേഴ്സും കിട്ടും. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ മെസ്സേജ് ചെയ്യാനും പറ്റും. അതാണ് ഇവിടെ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ കൊടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഇവിടെ താഴത്തെ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് 5 ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണിക്കുന്ന ബാനറായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ താഴത്ത് കോൺടാക്റ്റ് ഇൻഫോ എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മെയിൽ ID. ഓക്കെ, ചാനൽ ഇമെയിൽ ID അല്ല കൊടുക്കേണ്ടത്, നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ID കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആവും, അത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാം ചെയ്തു വെച്ചത് കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവാത്തത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ പബ്ലിഷ് എന്ന് കാണും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിരുന്നാലേ സേവ് ആകുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രാൻഡിങ് എന്നുള്ളതിലേക്ക് പോകാം. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ചാനൽ ഐക്കൺ അതാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ തന്നെ ബാനർ, അതായത് നിങ്ങളുടെ ചാനൽ ബാനറാണ്. അത് ഏത് തരത്തിലൊക്കെ കാണിക്കും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. TV-യിൽ ഒരു തരത്തിലായിരിക്കും കാണിക്കുക, അതുപോലെ ലാപ്ടോപ്പിൽ വേറൊരു തരത്തിൽ, മൊബൈലിൽ വേറൊരു തരത്തിൽ. അതാണ് ചാനൽ ബാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഒരു ക്വാളിറ്റി, ചാനലിൻ്റെ ആ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാനറും പ്രൊഫൈൽ പിക്ചറിനോട് കൂടി കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ തന്നെ വീഡിയോ വാട്ടർമാർക്ക്. നമ്മൾ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴും ഈ ഒരു വാട്ടർമാർക്ക് വരും. ഇവിടെ താഴെയുണ്ട്, ഏറ്റവും താഴെ നിങ്ങൾ കാണാൻ കഴിയും എൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്.
അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കണ്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പബ്ലിഷ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ സെലക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ലേഔട്ട്. ഇപ്പോൾ ഈ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്ന വ്യക്തിക്ക് ഏത് വീഡിയോ ആണ് ആദ്യം കാണേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് വീഡിയോ, റിമൂവ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാനും കഴിയും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫീച്ചേർഡ് വീഡിയോ, ഇവിടെ നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ചാനൽ, രണ്ടാമത്തെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതേപോലെ ഈ ഒരു ചാനലിൻ്റെ നേരെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചാനലിൻ്റെ നെയിം ഇവിടെ ഞാൻ ഒന്ന് സെർച്ച് ചെയ്യണം. ഇപ്പോൾ എൻ്റെ തന്നെ ഷഫ്ന ഷമീർ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വ്ളോഗ് ചാനലുണ്ട്. ഷഫ്ന ഷമീർ വ്ളോഗ്സ് എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ആ ഒരു ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാനലും ഇവിടെ വരുന്നതായിരിക്കും. അത്തരത്തിൽ ആഡായി കഴിഞ്ഞാൽ ഇവിടെ പബ്ലിഷ് കൊടുക്കാം. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യവും ഓക്കെ ആയി. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ വന്ന് പുതുതായിട്ട് ഒരു വ്യക്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയും. നമ്മുടെ രണ്ടാമത്തെ ചാനൽ എന്താണ്, എബോട്ട് സെക്ഷനിൽ കൊടുത്ത കാര്യങ്ങൾ എന്താണ്, എല്ലാം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ആദ്യത്തെ വീഡിയോ ഏതാണ് കാണിക്കേണ്ടത് എന്നും നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ കഴിയും. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിലും ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കുക. ഏതൊക്കെ വീഡിയോ ആണ്, ചാനൽ ഏതൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ വളരെ പ്രധാനമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായെന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.